നമസ്കാരം. ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ അത് ക്രൈസ്തവ വിഭാഗത്തിന് കൂടുതൽ ചേർത്ത് നിർത്തുന്നതിന് ഒരുപക്ഷെ സഹായകമായി. അപ്രതീക്ഷിതമായ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ ക്രൈസ്തവ മുഖമായി BJPയിൽ അവതരിച്ച PC ജോർജിന് ഏറ്റത് കനത്ത തിരിച്ചടിയാണ്. PC ജോർജിനെ BJPയിൽ എത്തിച്ചപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ക്രൈസ്തവ സമുദായ വോട്ടുകൾ BJPക്കൊപ്പം ചേർക്കാൻ കെൽപ്പുള്ള നേതാവായി PC ജോർജിനെ കണ്ടെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയ അനിൽ ആന്റണിയെ ജോർജ് പരസ്യമായി അവഹേളിച്ചത് കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചു. ഇതോടെയാണ് പാർട്ടിയുടെ ആദ്യകാല ക്രൈസ്തവ മുഖമായ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ BJP ശ്രമിക്കുന്നത്. പാലാ രൂപതാംഗം കൂടിയായ ജോർജ് കുര്യൻ പൊതുവെ ക്രൈസ്തവ സഭകൾക്ക് സ്വീകാര്യനാണ്. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദന വകുപ്പുകളാണ് ജോർജ് കുര്യനെ BJP ഏൽപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യന് BJP നൽകിയിരുന്നു. PC ജോർജിലൂടെ ലക്ഷ്യമിട്ടത് മറ്റൊരു ജോർജായ ജോർജ് കുര്യനിലൂടെ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിനെ സ്വാഗതം ചെയ്തു. സീറോ മലബാർ സഭ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ രംഗത്ത് വന്നതും നേതൃത്വം അനുകൂലമായി കാണുന്നു. അതേസമയം PC ജോർജ് ആകട്ടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പാളിയെന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു. അനിൽ ആന്റണിക്ക് നാടുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്നും ഇത് തോൽവിക്ക് കാരണമായതായും PC ആരോപിക്കുന്നു. അനിലിന് വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. അനിലിനെ പോലെ ആരുമായും ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല. കോൺഗ്രസ് നേതാവ് AK ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായി. ജയിക്കാവുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചെന്നും PC ആരോപിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ കുതിച്ചുയരാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അനിൽ ആന്റണിക്ക് മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ലീഡ് നേടാൻ സാധിച്ചില്ല. പകരം BJPയുടെ വോട്ട് വിഹിതം 29% നിന്ന് 25.49% കുറയുകയും ചെയ്തു. ക്രൈസ്തവ സമുദായം പത്തനംതിട്ടയിൽ BJPയെ കൈവിട്ടതായിട്ടാണ് BJPയുടെ വിലയിരുത്തൽ. അതേസമയം തൃശൂർ മണ്ഡലത്തിൽ വിജയം നേടാനായത് ക്രൈസ്തവരുടെ വലിയ പിന്തുണ കൂടി ലഭിച്ചതിനാലാണെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും മറ്റും BJPക്കെതിരെ ഉയർന്ന പരാതി. തൃശൂരിൽ ഈ പ്രചരണം ഫലം കണ്ടുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർക്ക് കൂടി സ്വീകാര്യനായ ഒരു മന്ത്രി മോഡി സർക്കാരിൽ വരുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം.